തിരഞ്ഞെടുപ്പ് ദിവസം നടന്ന വളരെ ഹാസ്യാത്മകമായ ഒരു കാര്യം, അതൊരു വാർത്തയാണ്. സാധാരണയിൽ മനോരമയും മാതൃഭൂമിയും പത്രം വീട്ടിൽ വരുത്തുന്നവർ പോലും കാര്യമായി അതൊന്നും തുറന്നു നോക്കാറില്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും എൻ്റെ സുഹൃത്തുക്കളുടെ അനുഭവത്തിൽ നിന്നും എനിക്ക് പറയാനുള്ളത്. എന്തായാലും ശരി, തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെ മാതൃഭൂമി പത്രത്തിൽ വന്ന ഒരു ഹാസ്യ പ്രസ്താവനയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. ഹാസ്യം പല രൂപത്തിൽ വരും. നാടകത്തിൽ ഹാസ്യമുണ്ട്, സിനിമയിൽ ഹാസ്യമുണ്ട്, ഹാസ്യ നാടകങ്ങളുണ്ട്, ഹാസ്യ നോവലുണ്ട്. പക്ഷെ ഹാസ്യ പ്രസ്താവനകൾ വളരെ വളരെ അപൂർവമാണ്. അത്തരം ഒരു ഹാസ്യ പ്രസ്താവനയെക്കുറിച്ചാണ് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സംസാരിക്കാനുള്ളത്. ഈ ഹാസ്യ പ്രസ്താവനയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. അതായത് 1917 റഷ്യൻ വിപ്ലവം കഴിഞ്ഞ ഒരു കാലഘട്ടം. അന്ന് ലോക സാഹിത്യകാരന്മാർ രണ്ട് ചേരിയിലായിരുന്നു. ഒന്ന് റഷ്യൻ വിപ്ലവത്തിന് അനുകൂലമായും മറ്റൊന്ന് റഷ്യൻ വിപ്ലവത്തിന് എതിരായും. അതായത് റഷ്യയിലെ വിപ്ലവം വന്നു, ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നു, ഇനിയും അതിരുകളില്ലാത്ത ഒരു സാഹിത്യ ലോകം സഹൃദയർക്ക് നൽകാൻ കഴിയും എന്ന് വിശ്വസിച്ചവരുണ്ട്. അതല്ല, റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മനസ്സിലെ ക്രൗര്യത്തിൻ്റെ അളവ് മനസ്സിലാക്കിയ ചില സാഹിത്യകാരന്മാർ ഇത് പരാജയപ്പെടാൻ പോകുന്ന ഒരു പരീക്ഷണമാണ്, മനുഷ്യത്വരഹിതമായ ഒരു ഭരണമായിരിക്കും റഷ്യയിൽ നടക്കുന്നത്, സ്ഥിതി സമത്വം എന്ന് പറയുന്നത് ഒരു സങ്കല്പം മാത്രമാണ്, അതൊന്നും റഷ്യയിൽ നടക്കാൻ പോകുന്നില്ല എന്ന് വിശ്വസിച്ചവരും ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് മാക്സിം ഗോർക്കി 1868 ജനിച്ച് 1936 മരിച്ച വിശ്വസാഹിത്യകാരനാണ് മാക്സിം ഗോർക്കി. അമ്മ എന്ന ഒറ്റ നോവലിലൂടെ അദ്ദേഹം വിശ്വപ്രസിദ്ധനായി. മാക്സിം ഗോർക്കി ലോകത്തിലെ സാഹിത്യകാരന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു: സാംസ്കാരിക നായകന്മാരെ, നിങ്ങൾ ഏത് ചേരിയിലാണ്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഓൺ ഹൂസ് സൈഡ്സ് ആർ യു മാസ്റ്റേഴ്സ് ഓഫ് കൾച്ചർ? അത് ഉപയോഗിച്ച വാക്ക് മാസ്റ്റേഴ്സ് ഓഫ് കൾച്ചർ എന്നാണ്, സാംസ്കാരിക നായകരെ. അപ്പോൾ സാംസ്കാരിക നായകന്മാരെ, നിങ്ങൾ ഏത് ചേരിയിലാണ്? കമ്മ്യൂണിസ്റ്റ് ചേരിയിലാണോ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരിയിലാണോ? ഇതാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം. പക്ഷെ മാക്സിം ഗോർക്കിയെ വെല്ലുന്ന അനിതര സാധാരണമായ പ്രതിഭയുള്ള ചില ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതിലെ വിശ്വമഹാകവിയുണ്ട്, പരിസ്ഥിതി പ്രവർത്തകരുണ്ട്, അതുപോലെ പല രംഗത്ത് ഉള്ള ആളുകളുണ്ട്. അവരെല്ലാം കൂടി ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഒരു പ്രസ്താവന ഇറക്കാൻ തീരുമാനിച്ചു. അതാണ് ഞാൻ സൂചിപ്പിച്ച ഈ ഹാസ്യ പ്രസ്താവന എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇതിന് ഇറങ്ങിത്തിരിച്ചവരെ കുറിച്ചൊക്കെ നമുക്കറിയാം. വേദനിക്കുന്നവൻ്റെ നോവ് മാറ്റുക, ദുഃഖിക്കുന്നവനെ സാന്ത്വനിപ്പിക്കുക, കരയുന്നവൻ്റെ കണ്ണുനീരൊപ്പുക. അങ്ങനെ ലോകത്തിലെ അധ്വാനിക്കുന്നവർക്ക്, ഭാരം ചുമക്കുന്നവർക്ക്, കഷ്ടപ്പെടുന്നവർക്ക് അത്താണിയായി മാറിയ ഒരു പറ്റം മഹാമനുഷ്യരാണ് ഈ പ്രസ്താവനയുമായി ഇറങ്ങിയത്. ഈ പ്രസ്താവനയ്ക്ക് വലിയ മാറ്റങ്ങളാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ശരി, ഇനി ആ പ്രസ്താവന വായിക്കാം. ഇതാണ് ടൈറ്റില്: ജയസാധ്യതയുള്ള BJP വിരുദ്ധരെ വിജയിപ്പിക്കണമെന്ന് വേക്കപ്പ് കേരളം. പ്രിയപ്പെട്ട പ്രേക്ഷകരിലെ എത്ര പേർക്ക് വേക്കപ്പ് കേരളം എന്ന് പറയുന്ന മഹത്തായ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് അറിയും? എനിക്കറിഞ്ഞൂടാ. എന്തായാലും എനിക്കിതറിയത്തില്ലായിരുന്നു. ഞാൻ വേക്കപ്പ് കേരളം എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തെക്കുറിച്ച് അറിയുന്നത് 9-ാം തീയതി രാവിലെ എത്തിയ മാതൃഭൂമി പത്രത്തിലെ ഈ പ്രസ്താവന വായിച്ചപ്പോഴാണ്. എന്തായാലും കേരളം ഉണരട്ടെ, അവരുടെ പ്രസ്താവനയാണ് വായിക്കേണ്ടത്. BJPയെ കേരളത്തിലേക്ക് സ്വീകരിച്ചാനയിക്കുന്നത് ആത്മഹത്യക്ക് തുല്യമാണെന്ന് എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും കൂട്ടായ്മയായ വേക്കപ്പ് കേരളം. അതാണ് ആദ്യത്തെ സെന്റൻസ്. കേരളത്തെ കൂടി കൈപ്പിടിയിൽ ഒതുക്കാനായി LDF UDF കക്ഷികളുടെ ഊതിപ്പെരിപ്പിച്ച ജനാധിപത്യ വിരുദ്ധത ഉയർത്തിക്കാട്ടി കേരളത്തെ സ്വർഗമാക്കാൻ ഇതാ ഞങ്ങൾ വരുന്നു എന്ന് ഉദ്ഘോഷിച്ച് അളവില്ലാത്ത പണമൊഴുക്കി BJP പ്രചരണം നടത്തുകയാണ്. 75 വർഷമായി വ്യത്യസ്തതകളെ അംഗീകരിച്ച് സ്വൈരവും സമാധാനപൂർണവുമായ അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുന്നതിന് കാരണം ഇക്കാലം വരെ BJP മുഖ്യ പങ്ക് വഹിക്കുന്ന NDA മുന്നണിയെ കേരള മണ്ണിൽ കാലുറപ്പിച്ച് നിൽക്കാൻ അനുവദിക്കാത്തതുകൊണ്ടാണ്. അതിനാൽ എൻ്റെ വോട്ട് BJPക്കില്ല, NDAക്കില്ല എന്ന് തീരുമാനിക്കണം. ഇത് കൽപ്പനയാണ്. തീരുമാനിക്കണം എന്ന് അഭ്യർത്ഥിക്കണമെന്നല്ല, തീരുമാനിക്കണം. പറയുന്നത് ആരെന്നറിയാമല്ലോ. തീരുമാനിക്കണം. വോട്ടുകൾ ഭിന്നിച്ചുപോയി BJP 1-ാം സ്ഥാനത്ത് എത്തിച്ചേരാൻ സാധ്യതയുണ്ടാകാതെ അതാതിടങ്ങളിൽ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണമെന്ന്
വേക്കപ്പ് കേരളയ്ക്ക് വേണ്ടി പ്രസ്താവന ഇറക്കിയവർ പറയുന്നത്. ഇനി വേക്കപ്പ് കേരളയ്ക്ക് വേണ്ടി പ്രസ്താവന ഇറക്കിയ ആളുകൾ ആരാണെന്ന് നോക്കാം. ഇവർക്ക് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു അംഗീകാരം, അവർക്ക് പൊതുസമൂഹം കൊടുക്കുന്ന ഒരു ആദരവ് ഇതൂടെ നമ്മൾ പരിഗണിക്കണമല്ലോ. അതിൽ ആദ്യം ഒപ്പിട്ടിരിക്കുന്നത് വിശ്വമഹാകവിയാണ്. കേരളത്തിലൊറ്റ വിശ്വമഹാകവിയുള്ളൂ, അത് സച്ചിദാനന്ദനാണ്. അദ്ദേഹമാണ് ആദ്യം ഒപ്പിട്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഭരണ തുടർച്ച കുഴപ്പമാണെന്ന് പറഞ്ഞതിന് അദ്ദേഹം തെറികേട്ട് വീട്ടിലിരിക്കുകയായിരുന്നു. എന്തായാലും പ്രസ്താവനയായിട്ട് ഇറങ്ങി. അടുത്തത് സാറ ജോസഫ്, പിന്നെ PN ഗോപികൃഷ്ണൻ, CR നീലകണ്ഠൻ, N മാധവൻകുട്ടി, കുരിപ്പുഴ ശ്രീകുമാർ, K അജിത, ഡോക്ടർ ഖദീജ മുംതാസ്, റഫീഖ് അഹമ്മദ്, അൻവർ അലി, OK ജോണി, PF മാത്യൂസ്, ഡോക്ടർ TS ശ്യാംകുമാർ, ഡോക്ടർ സ്മിത P കുമാർ, പ്രകാശ് ബാരെ എന്നിവർ പ്രസ്താവനയിൽ പറഞ്ഞു. ഇത് വായിച്ച സത്യത്തിന് രോമാഞ്ചം ഉണ്ടായി. കംപ്ലീറ്റ് തെരഞ്ഞെടുപ്പിന്റെ ഗതി മാറുകയാണ്. ഇത്രയും പേര് കേരളത്തിലെ ജനങ്ങളോടെ ഏത് മുന്നണിക്ക് വോട്ട് ചെയ്താലും ശരി BJPക്ക് വോട്ട് ചെയ്യരുത്. അതിനവർ പറയുന്ന കാരണം ഇതുവരെ സ്വൈര്യവും സമാധാനപൂർണവുമായ അന്തരീക്ഷമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ നിൽക്കുന്നത് വളരെ സ്വൈര്യമായ ജീവിതമാണ്. കേരളത്തിലെ ജനങ്ങൾ ഐശ്വര്യത്തിൽ നീന്തി തുടിക്കുകയാണ്. അവര് ആനന്ദ തുന്തിലരാണ്. അങ്ങനെ അവർ വളരെ മനസമാധാനത്തോടെ ക്രമസമാധാന നില കൃത്യമായി നിൽക്കുന്ന ഒരു രാജ്യം, അതായത് മഹാബലി ഭരിച്ച ഒരു രാജ്യം പോലെയായിരുന്നു, ഒരു നാട് പോലെയായിരുന്നു കേരളം. UDF LDF മാറി മാറി ഭരിച്ചപ്പോൾ, അതായത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, ചെറുനാഴിയില്ല, കള്ളപ്പറയില്ല, ഒന്നുമില്ല, സമാധാനം എന്ന് പറഞ്ഞാൽ സമാധാനം മാത്രം. അങ്ങനെ നിന്ന ഒരു രാജ്യത്തേക്ക്, ഒരു സംസ്ഥാനത്തേക്ക് BJP കടന്നു വന്നിരിക്കുന്നു. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്തോളൂ, പക്ഷേ BJPക്ക് വോട്ട് ചെയ്യരുത് എന്നാണ് ഇവരുടെ അഭ്യർത്ഥന. അപ്പോൾ ഇവിടെ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ എനിക്ക് ചോദിക്കാനുള്ള ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് ഇവരോട് ചോദിക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. ഇവിടെ ഈ നമ്മുടെ കേരളത്തിൽ ക്രമസമാധാനം എന്നൊന്നുണ്ടോ? സാധാരണ പൗരന് പോലീസ് സ്റ്റേഷനിൽ നീതി ലഭിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ സാധാരണ പൗരന് മനസമാധാനത്തോടെ റോഡിൽ ഇറങ്ങാൻ കഴിയുമോ? തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ എന്തുകൊണ്ട് അന്യദേശങ്ങളിലേക്ക് പോകുന്നു? ലോകോത്തരമാണ് നമ്മുടെ സർവകലാശാലകൾ എന്ന് പറയുന്നു. പക്ഷേ കോളേജുകളിൽ വിദ്യാർത്ഥികളെ പഠിക്കാൻ കിട്ടുന്നില്ല. വിദ്യാർത്ഥികളൊക്കെ വിദേശ സർവകലാശാലയിൽ പഠിക്കാൻ പോവുകയാണ്. അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത ആശുപത്രികൾ, രോഗിയെ ശസ്ത്രക്രിയ ചെയ്യാൻ ഉപയോഗിച്ച കത്രിക വയറ്റിൽ വെച്ച് തുന്നിക്കെട്ടുന്ന ഡോക്ടർമാർ, അവരുടെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി, ഹഠയോഗിയായ വിദ്യാഭ്യാസ മന്ത്രി, ഇതൊക്കെയാണല്ലോ കേരളം കണ്ടുകൊണ്ടിരുന്നത്. ഇനിയും LDF UDF വന്നോട്ടെ. UDF എന്ന ആരുടെ നിയന്ത്രണത്തിലാണ്? മൗദൂദിയുടെ നിയന്ത്രണത്തിലല്ലേ. LDF എന്നാൽ ആരുടെ നിയന്ത്രണത്തിലാണ്? SDPIയുടെ നിയന്ത്രണത്തിലല്ലേ. അപ്പൊ SDPIയുടെ നിയന്ത്രണത്തിൽ സ്വൈര്യ ജീവിതം ഓഫർ ചെയ്യുന്ന ഒരു ഭാഗം, മതേതരത്വം ഓഫർ ചെയ്യുന്ന ആളുകൾ. അതല്ല മൗദൂദിയുടെ നിയന്ത്രണത്തിൽ മതേതരത്വം ഓഫർ ചെയ്യുന്ന ആളുകൾ. അവർക്ക് ആർക്ക് വേണമെങ്കിലും വോട്ട് കൊടുക്കാം. ദേശീയത ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് ഈ മഹാമനുഷ്യർ നമ്മളോട് ഉപദേശിക്കുന്നത്. ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഇവരെ ആരെ അറിയത്തില്ല. കാരണം ഇതിനകത്ത് ചില എഴുത്തുകാരാണ്. അവരുടെ കൃതികൾ വായിക്കുവാനുള്ള ദുർവിധി മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും കിട്ടിയില്ല. അക്കാര്യത്തിൽ കേരളീയരെ മഹാഭാഗ്യവാന്മാരെ. ഇവരെഴുതിയൊന്നും കേരളത്തിലെ ഭൂരിപക്ഷം ആളുകളും വായിച്ചു നോക്കിയിട്ടൊന്നുമില്ല. പഴയ വൈലോപ്പിള്ളിയുടെ കാലത്തോ അല്ലെങ്കിൽ അതുമല്ല അതിനു മുമ്പോട്ട് പോയെങ്കിൽ കുമാരനാശാന്റെ കാലത്തോ അതല്ലെങ്കിൽ ചങ്ങമ്പുഴയുടെ കാലത്തോ അല്ലെങ്കിൽ തകഴി ശിവശങ്കര പിള്ളയെ പോലുള്ള നോവലിസ്റ്റുകൾ, SK പൊറ്റക്കാടിനെ പോലെ, അതുപോലെ തന്നെ വാസുദേവൻ നായരെ പോലെ, അങ്ങനെ പല നോവലിസ്റ്റുകൾ നമുക്കുണ്ടായിട്ടുണ്ടല്ലോ, ഒരുപാട് നോവൽസുകൾ. അവരൊക്കെ അത്യാവശ്യം ജനങ്ങൾ അറിയുന്ന ആളുകളാണ്. ഈ ആത്മാക്കളെ എത്ര പേരറിയും? ഇവർ കേരളത്തെക്കുറിച്ച് എന്ത് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രസ്താവനയുമായിട്ട് ഇറങ്ങുന്നത്? ഇവർ സമകാലിക കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? അരാഷ്ട്രീയത പ്രവർത്തന ഭാഗമായി അരാഷ്ട്രീയമായി കേരള സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അധികാരത്തിൻ്റെ രുചി അറിഞ്ഞ രാഷ്ട്രീയക്കാര്, അതുപോലെ തന്നെ കരിയറിസത്തിന് പ്രാധാന്യം നൽകുന്ന കരിയറിസം നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്രയായിട്ട് മാറിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവർ ശ്രദ്ധിക്കാതെ പോയത്, 420 സ്ഥാനാർത്ഥികൾ LDFിൻ്റെയും UDFിൻ്റെയും NDAയുടേതുമായിട്ട് മത്സരിക്കുന്നു. 3 മുന്നണികളുമായിട്ട് മത്സരിക്കുന്നുണ്ട്. അവരിൽ മത്സരിക്കുന്നത് വെറും 56 സ്ത്രീകൾ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ആകെ മത്സരിക്കുന്നതിൽ 10.5% ആളുകൾ മാത്രമേ ഉള്ളൂ. ഈ സിംഹങ്ങൾക്ക് അതിലൊന്നും വിഷമമില്ല. ഇവിടെ പരിസ്ഥിതി താരുന്നതിൽ വിഷമമില്ല, സർക്കാർ ഭൂമി കൈയേറുന്നതിൽ വിഷമമില്ല, പരിസ്ഥിതിയുടെ
കംപ്ലീറ്റ് ഉടമസ്ഥാവകാശമുള്ള ഒരു മാന്യദേഹം ഇന്ന് തിരിപ്പുണ്ട്. അദ്ദേഹം ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുത്ത് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ട് തിരിച്ചു പോകും. അതൊക്കെ അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നുള്ളൂ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. ഇത് വായിച്ചപ്പോഴേ ബഹുമാന്യരായ സാഹിത്യകാരന്മാരെ, ബഹുമാന്യന്മാരെ, സാംസ്കാരിക നായക പ്രതിഭകളെ, നിങ്ങളെ ഈ പ്രസ്താവന വായിച്ചപ്പോൾ ഒരു സാധാരണ വായനക്കാരനാണ് ഞാൻ, എനിക്ക് തോന്നിയത് കഴുതക്കാമം കരഞ്ഞു തീർക്കുന്നത് പോലെ കരഞ്ഞു തീർക്കാൻ ഇറങ്ങിയിരിക്കുന്ന ചില പാഴ് ജന്മങ്ങൾ ഇറക്കിയ ഒരു 4ാം തരം പ്രസ്താവനയായിട്ടാണ്. ജനങ്ങൾ ആർക്കാ വോട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ജനങ്ങൾക്കറിയാമല്ലോ വോട്ട് ചെയ്യാൻ. അവരിത്രയും കാലം ജീവിച്ച ഈ സംസ്ഥാനത്ത് അവരുടെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാഹിത്യ നായകന്മാരെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ ഈ പറഞ്ഞ ഈ എഴുതിയിരിക്കുന്ന ആളുകളിൽ ജനങ്ങൾ കണ്ടാൽ അറിയാവുന്നവരുണ്ട്, കണ്ടാൽ അറിയാത്തവരുണ്ട്, കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തവരുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വിചാരിച്ചാൽ കേരളത്തിലെ അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ പറ്റില്ല, കേരളത്തിലെ ജനങ്ങളുടെ ചിന്താശക്തിയെ നിയന്ത്രിക്കാൻ പറ്റില്ല, അവരുടെ അഭിപ്രായത്തിൽ മാറ്റം വരുത്താൻ പറ്റില്ല. പിന്നെ മാതൃഭൂമി പേപ്പർ ശ്രേയാംസ് കുമാർ നടത്തുന്നത് കൊണ്ടും അദ്ദേഹം ഒരു സാംസ്കാരിക നായകനായതുകൊണ്ടും അദ്ദേഹത്തിന്റെ അച്ഛൻ അതിന് മുമ്പ് സാംസ്കാരിക നായകനായിരുന്നതുകൊണ്ടും ഒക്കെ മാതൃഭൂമി അടിച്ചു വന്നതല്ലാതെ ഒരു പത്രത്തിലും ഈ പ്രസ്താവന ഞാൻ കണ്ടില്ല. എന്തായാലും ശരി, നിങ്ങൾ എഴുതിയ ഈ പ്രസ്താവനയ്ക്ക് എഴുതിയ കടലാസിന്റെ വില പോലുമില്ല. നിങ്ങളെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല, നിങ്ങളെ കേരളത്തിലെ ജനങ്ങൾ ആദരിക്കുന്നില്ല, നിങ്ങളെ കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നു പോലുമില്ല. പാവം, നിങ്ങളുടെ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോടുള്ളത് സഹതാപം മാത്രം. അതികൊള്ളൊന്നും എനിക്ക് പറയാനില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.